എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നായും നായും തമ്മിലുള്ള വ്യത്യാസം, അതേപോലെ തന്നെ ചായും സായും തമ്മിലുള്ള വ്യത്യാസം, അതേപോലെ തന്നെ രായും റായും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻറ്റാണ് ഇത് കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ അക്ഷരങ്ങളെക്കുറിച്ചും ഇതിപ്പോൾ അത്രയും വിളക്കം തരുമോ എന്നാണ്. വിളക്കം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ എന്നാണ്. വിളക്കം തരുമോ എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്നാണ്. അപ്പോൾ ഈ അക്ഷരങ്ങളെക്കുറിച്ചും ഒരു എക്സ്പ്ലനേഷൻ വേണം, അല്ലെങ്കിൽ ഈ അക്ഷരങ്ങളെക്കുറിച്ചും ഒരുമിച്ചൊരു ഡിസ്ക്രിപ്ഷൻ വേണമെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി അദ്ദേഹത്തിന് തമിഴ് അറിയാവുന്ന ഒരാളാണ്. മലയാളം പഠിക്കാനായിട്ടായിരിക്കാം ചിലപ്പോൾ ചോദിച്ചിരിക്കുന്നത്. മലയാളം പഠിക്കാനായിട്ടായാലും തമിഴ് പഠിക്കാനായിട്ടായാലും ഇവിടെ വന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നായും നായും തമ്മിലുള്ള വ്യത്യാസം. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അതുപോലെ തന്നെ അവസാനത്തേക്ക് വീഡിയോയുടെ അവസാനത്തേക്ക് എൻ്റെ സ്ക്രീനും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് നായാണ്, നാ. ഇതേപോലെ ഇത് നായാണ്. രണ്ടിനും മലയാളത്തിലെ അക്ഷരം സെയിം ആയതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഡൗട്ട് വരുന്നത്. ഇനി ഇത് നായാണ്. അപ്പോൾ നായ്ക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നന്ദി, അതേപോലെ തന്നെ നന്ദു എന്നൊക്കെ പറയുന്നത് ഈ നായുടെ എക്സാമ്പിളാണ്. ഈ നായുടെ എക്സാമ്പിളാണ്. അതേപോലെ തന്നെ നമ്മൾ നായ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നോ, നവംബർ എന്നൊക്കെ പറയുന്നത്, നവംബർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ നവംബർ എന്ന് പറയുന്ന എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ നെസ്ലെ എന്ന് പറയുന്ന കമ്പനിയില്ലേ, മഞ്ചിൻ്റെയൊക്കെ കമ്പനി, ആ നെസ്ലയുടെ നെ എന്നുള്ള ആ ഒരു പ്രൊനൗൺസിയേഷനാണ് ന, നെസ്ലയുടെ നെ. അപ്പോൾ അതുപോലെ തന്നെ ഇത് നായാണ് കേട്ടോ. നമ്മൾ അരണ, അതുപോലെ തന്നെ അരുൺ എന്നൊക്കെ പറയുന്ന നായാണിത്. അരുൺ എന്ന് തമിഴിൽ എഴുതണമെങ്കിൽ ലാസ്റ്റ് നാ എഴുതിയിട്ട് മേളിൽ ചന്ദ്രക്കലയാണ്. ഇത് മലയാളത്തിൽ ചില്ലക്ഷരമുണ്ട്, പക്ഷെ തമിഴിൽ ചില്ലക്ഷരമില്ല. തമിഴിൽ നമ്മൾ ചില്ലക്ഷരം എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ അക്ഷരങ്ങൾ എഴുതിയിട്ട് മേളിലൊരു കുത്തിടും. ആ കുത്താണ് തമിഴിലെ ചന്ദ്രക്കല. നമ്മുടെ മലയാളത്തിലെ ചില്ലക്ഷരങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് നായാണ്, നന്ദിയും നന്ദു എന്നൊക്കെ പറയുന്ന നാ. ഇത് നായാണ്, നോ, നവംബർ, നെസ്ലെ എന്നൊക്കെ പറയുന്ന നായാണ്. അതേപോലെ ഇത് നായാണ് കേട്ടോ, നാ എന്നുള്ള അക്ഷരം നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ എഴുതുമ്പോൾ തമിഴിൽ എഴുതേണ്ടത് ഇതാ ഇങ്ങനെയാണ്. മലയാളത്തിലെ നായായിട്ട് സിമിലർ ആണ്. ഇടയ്ക്ക് ഈ ഒരു വര വരുന്ന സമയത്ത് ഇവിടെ ഒരു ചുറ്റിക്കെട്ടായിട്ട് വരുമെന്നേ ഉള്ളൂ നായ്ക്ക്. അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഈ അക്ഷരം എന്ന് വെച്ചാൽ ലായാണ്, മലയാളത്തിലെ ലാ. ഇത് മലയാളത്തിലെ ഈ ലാ എന്ന് പറയുന്ന അക്ഷരമാണ്. നമ്മൾ ലവ് എന്ന് പറയുന്ന ആ ഒരു പ്രൊനൗൺസിയേഷനാണ് ഈ ലായ്ക്ക് വരുന്നത്. മലയാളത്തിൽ എഴുതുമ്പോൾ ലവ് ഇങ്ങനെയാണ് എഴുതുന്നത്. ലവ് ബേർഡ്സ് എന്ന് പറയുന്നതൊക്കെ പോലെ ലാ ഇതാണ്. അടുത്ത ലാ എന്ന് പറഞ്ഞാൽ ഇത് ലായാണ് കേട്ടോ. മലയാളത്തിലെ ഈ ലായാണിത്. ലായുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചോളം, അതേപോലെ തന്നെ നമ്മുടെ കറികളിലൊക്കെ ഇടുന്ന പുളി എന്നൊക്കെ പറയുന്ന ആ ലായാണ് ഇത്. ലായും ഇത് ലായുമാണ്. അതേപോലെ തന്നെ ഇത് ഴായാണ് കേട്ടോ. ഴ മലയാളത്തിൽ ഏകദേശം സിമിലർ ആയിട്ടാണ് ഈ അക്ഷരം എഴുതുന്നത്. ഴായുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വഴി, പുഴ, മഴ എന്നൊക്കെ പറയുന്ന ഴായാണ് ഇത്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നായാണ് കേട്ടോ. നന്ദി, നന്ദു എന്നൊക്കെ പറയുന്ന നായാണിത്. ഇത് നായാണ്, നോ, നവംബർ, നെസ്ലെ, അതുപോലെ തന്നെ നെസ്രിയ എന്നൊക്കെ പറയുന്ന നായാണിത്. അതേപോലെ ഇത് നായാണ്, അരണ എന്നും സ്മരണ എന്നൊക്കെ പറയുന്ന നായാണത്. അതേപോലെ ഇത് ലായാണ്, ലവിൻ്റെ ലാ. ഇത് ലായാണ്, ചോളം, പുളി എന്നൊക്കെ പറയുന്ന ലായാണിത്. അതേസമയത്ത് ഇത് ഴായാണ്, മലയാളത്തിൽ ഈ അക്ഷരമാണ് ഴ. വഴി, പുഴ, മഴ എന്നൊക്കെ പറയുന്ന ഴായാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കാനും താഴെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻസ് ആയിട്ട് ധൈര്യമായിട്ട് ചോദിച്ചോ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ഗൈസ്.